ഹായ് ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഈ ഹോം കെയറിനൊക്കെ നമ്മൾ പോകുമ്പോഴേ എൻ്റെ ഇപ്പോഴത്തെ ജോലി അങ്ങനത്തെയാണ്. ഞാൻ ഇങ്ങനെ ഡ്രസ്സിങ് ഇഞ്ചക്ഷനൊക്കെ പോകുമ്പോൾ ചില വീടുകളിൽ ഇപ്പം എപ്പോഴും ഡിവോഴ്സ് കൂടുതലാണല്ലോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കാര്യമാണ്, അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അപ്പം അപ്പൻ്റെ കൂടെ പോകണം. അപ്പോൾ അമ്മ ഇനി കാണാൻ പറ്റുമോ? അമ്മ അമ്മ അതൊരു വലിയ സത്യമല്ലേ. ഈ കണ്ണുകളിലേക്ക് നോക്കും, അത് പരിഭ്രമിച്ച് നിൽക്കുക കേട്ടോ. ഈ കണ്ണുകളിലെ സങ്കടം നമ്മുടെ നെഞ്ചിൽ കത്തിയിട്ട് കുത്തിയതുപോലെ തോന്നും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സിംഗിൾ പാരൻസ് അവർ കുറച്ചുകൂടി കെയറിങ് ആയിരിക്കും കുട്ടികളെടുത്ത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഫാമിലിയായി ജീവിച്ചിരിക്കുന്നവർക്ക് അച്ഛൻ, കൊച്ചിച്ചൻ, കുഞ്ഞമ്മ, മാമി അറിയാലോ. ഇതൊന്നും ഈ കുട്ടികൾക്കില്ല. അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ അമ്മയുടെ ബന്ധുക്കളും, അമ്മയുടെ കൂടെ ആണെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളും ശത്രുക്കളായിരിക്കും. പിന്നെ കുറേ നല്ല കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് രണ്ടും കിട്ടും. അതിന് നമ്മുടെ ജീവിതം കൊടുക്കണം എങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും ഈ കുട്ടികൾക്കില്ല. ഇവരൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇല്ല. പിന്നെ അപ്പനും അമ്മമ്മയും ഉണ്ടെങ്കിൽ ഒക്കെ ഇതൊന്നും ഇല്ലാത്തവരുണ്ട്. സിംഗിൾ പാരൻസ് കുട്ടികൾ മാത്രമായി പോയവരുണ്ട്. അപ്പം അവർ ഫാമിലിയുടെ കൂടെ പോയി ഒരു അങ്ങനെ ഔട്ടിങ് അങ്ങനെ ഒന്നും ഇല്ല അവർക്ക്. നിങ്ങൾ ഈ ദാനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു അമ്മയും മകനോ അല്ലെങ്കിൽ ഒരു അച്ഛനും കുട്ടിയോ ആരോ ആവട്ടെ, അവരെ വർഷത്തിലൊരിക്കൽ വിളിച്ചിട്ട് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് മേടിച്ചു കൊടുത്തു നോക്കൂ. ചെയ്യുന്ന ദാനത്തിൻ്റെ ആ സന്തോഷം അപ്പം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇനി ഇവരെ കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ സിംഗിൾ ലൈഫ് ഇവരിലെ ഓക്സിറ്റോസിനും സെറോട്ടോണിനും ലെവല് നമ്മൾ വളരെ കുറവായിരിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തരാം. ഇത് ഫാമിലി ലൈഫ് ഇല്ലാത്തവരിൽ വളരെ കുറവായിരിക്കും. ഈ രണ്ട് ഈ സെറോട്ടോണിനും ഓക്സിറ്റോസിനും ഭയങ്കര ഇല്ലെങ്കിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെറോട്ടോണിനും ഓക്സിറ്റോസിനും മാത്രമായിട്ട് ആരോടത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴേക്കാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും എന്തുകൊണ്ട് കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും വരും. സാഹചര്യങ്ങൾ, വിധി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം അവരോട് പോയിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്, നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് ചോദിക്കാം. അല്ല നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് തരാൻ പോകുന്നു. ഈ കാശ് കുറച്ച് കൂടുതലുള്ളവരെ എൻ്റെ ഒരു ഇത് വെച്ചിട്ടേ കുറച്ചൊരു ചെറിയ ക്രൂവാലിറ്റി ഉണ്ടാവും. അതുണ്ടെങ്കിൽ പോകരുത്. പറ്റുമെങ്കിൽ മാത്രം ഒരു നേരത്തെ ഫുഡ് ഒരു ഫാമിലിയുടെ കൂടെ, അവർക്ക് ഫാമിലി ഇല്ല, സോ യു ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് സിറ്റുവേഷൻ. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും. നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് അങ്ങനെയൊക്കെ ദാനങ്ങൾ കൊടുക്കാറുണ്ടെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കൂ. വളരെ വലിയൊരു